പ്രശസ്ത മൂവി റിവ്യൂവർ ആയ ആദിത്യ മോണ്ടിശ്ശേരി ഒന്ന് നിങ്ങൾക്ക് കാണേണ്ടത് ഈ കാർഡ് ഇന്ത്യ വ്ളോഗ് മാത്രം കാണാം. ഇന്ത്യയിലാണ് എല്ലാ സാധനങ്ങളും ഉള്ളത്. ഒരു ഫോട്ടോഗ്രാഫർ ആയിരിക്കുകയാണ്. എന്താ പറയാ, നമ്മളിപ്പോ ഒരു യാത്ര പോവാണ്. ശനിയാഴ്ച മാർച്ച് 1 മാർച്ചായിട്ട് നല്ല ചൂടുള്ള സമയത്താണ്. നമ്മൾ ചൂടുള്ള സമയത്ത് എങ്ങോട്ടാ പോണത്? എന്ത് കൂർഗ്. നമ്മള് കൂർഗിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ നമ്മള് ആദി ബ്രോ ഒരു ഇത് വേണോ, സർപ്രൈസ് എൻട്രി വേണോ സ്നേഹന്റെ വ്ളോഗില്? ആദിത്യ ചെറ്റൂർ, പ്രശസ്ത മൂവി റിവ്യൂവർ ആയ ആദിത്യ ചെറ്റൂർ, ഒരു ഹായ് പറയും. ഹലോ ഹലോടോ ഹായ് പറയൂ മനുഷ്യ. സ്നേഹന്റെ വ്ളോഗാണ്, ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന വ്ളോഗിലാണ്. അതൊന്നും ചോദിക്കില്ല. പ്രശസ്ത വ്ളോഗറായ ആദിത്യ ചെറ്റൂര് സായിനെ ഫോൺ വിളിക്കുക. സീക്രട്ട് ഏജന്റ് കാറിലിരുന്ന് വീഡിയോ ഇടാനുള്ള മോട്ടിവേഷൻ. അതെ, സായി എപ്പോഴും പറയുന്നതാണ് കാറിലിരുന്ന് വീഡിയോ ഇടുന്നത്. കാറിലിരുന്ന് വീഡിയോ ഇടുന്നത് ആദിത്യ ചെറ്റൂർ എന്നൊരാളുടെ ഇതുകൊണ്ടാണെന്ന് മോട്ടിവേഷൻ. ആദിത്യ ചെറ്റൂർ ചാനൽ. അപ്പൊ നമ്മളിപ്പോ മഞ്ചേരി എത്തിയിട്ടുണ്ട്. മലപ്പുറത്ത് നിന്ന് ഇറങ്ങി 12 മണിക്കാണ് ഇറങ്ങിയത്. നമ്മളിപ്പോ കൂർഗിലേക്കാണ് പോണത്. കൂർഗാണ് ഡെസ്റ്റിനേഷൻ. അപ്പൊ നമ്മളിപ്പോ മഞ്ചേരിയിൽ എത്തിയിട്ട് ഒന്ന് ലൈറ്റ് ആയിട്ട് ഫുഡ് കഴിക്കാം. ഇപ്പൊ വേനൽക്കാലം ഫുഡ് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. അപ്പൊ നമ്മൾ പ്ലാനറ്റ് കഫേയിലാണ് വന്നിരിക്കുന്നത്. ഈ പ്ലാനറ്റ് കഫേ നമുക്ക് ചെറുതായിട്ടെങ്കിലും കഴിക്കാം. ചെറുതായിട്ട് നമുക്ക് ഈ ചോറും സാമ്പാറും കൂട്ടാനും ഒന്നും വേണ്ട. നമ്മൾ എന്തെങ്കിലും നല്ല സാൻഡ്വിച്ചോ ബർഗറോ പിന്നെ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കുടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ കഴിച്ച് നേരെ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം 6 മണിയാകുമ്പോൾ എത്തും കൂർഗിലേക്ക്. നമ്മൾ ആദ്യം ഊട്ടിയിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്ത്. പിന്നെ നാളെ നമ്മുടെ ഇത് തുടങ്ങല്ലോ, എന്താ പറയാ, നോമ്പ്. മാർച്ച് 2-ാം തീയതിയാണല്ലോ നോമ്പ് തുടങ്ങണത്. അപ്പോൾ ആ നോമ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ എന്താ പറയുക കടയൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളിപ്പോൾ നേരെ കർണാടകയിൽ പോകും. കർണാടകയിൽ പിന്നെ അങ്ങനത്തെ സീനൊന്നും ഉണ്ടാവില്ല. എന്തായാലും നമ്മൾ പോയി ഫുഡ് കഴിക്കട്ടെ പ്ലാനറ്റ് കഫേയില്. നമ്മളിപ്പോൾ ഒരു ചിക്കൻ സ്റ്റീക്കും ഒരു സാലഡുമാണ് പറഞ്ഞത്. പിന്നെ 2 ക്യാരറ്റ് ജ്യൂസ് പറഞ്ഞു. ഞാൻ വിത്തൗട്ട് ഷുഗറാണ്. കാരണം എനിക്കിപ്പോൾ മിക്കവാറും ഞാൻ ടെസ്റ്റ് ചെയ്ത് എനിക്ക് ഷുഗർ ഉണ്ടാവും എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം ഞാൻ ഷുഗറിൻ്റെ തീറ്റ നല്ല കൂടിയുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും കടയിൽ പോയാലും വിത്തൗട്ട് ഷുഗർ ഉള്ള സാധനം വാങ്ങാറ്. ക്യാരറ്റ് ആകുമ്പോൾ പിന്നെ മുഖം നല്ല ഗ്ലോ ആവില്ല. അതുകൊണ്ട് ക്യാരറ്റ് ജ്യൂസ് വാങ്ങും. അത് കഴിഞ്ഞിട്ട് സായും ക്യാരറ്റ് ജ്യൂസാണ് പറഞ്ഞത്. മുഖം ഗ്ലോ ആവുമെന്ന് പറഞ്ഞിട്ട് അല്ലേ. ക്യാരറ്റ് ജ്യൂസ് ഫോണിലാണ്, പണിയൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ മഞ്ചേരിയിൽ ഇത് കഴിച്ചിട്ട് ഇപ്പോൾ സമയം 12:30 കഴിഞ്ഞു. ഫുഡ് കഴിച്ചിട്ട് നേരെ വെച്ച് പിടിക്കലാണ്. കൂർഗിലേക്ക് 6:30 ആകുമ്പോൾ എത്തുന്നത്. 5.5 മണിക്കൂറാണ്. ഒരു റിസോർട്ടല്ലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഐറ്റം വന്നിട്ടുണ്ട് ഗ്രീൻ സാലഡ് ചിക്കൻ. ഫുള്ള് ഗ്രീനാണല്ലോ. ചിക്കനൊരു കഷ്ണമുണ്ട്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് ക്യാരറ്റ് ജ്യൂസ്. പിന്നെ നമ്മുടെ പെരി ചിക്കൻ. ഓ ഭയങ്കര ചീസാണല്ലോ ഇത്. ഇത് കഴിക്കട്ടെ. അങ്ങനെ നമ്മൾ വയനാട് എത്തിയിട്ടുണ്ട്. വിൽട്ടൺ റെസ്റ്റോറന്റ് ആണ് അതിന്റെ ചിഹ്നം. വിൽട്ടൺ എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് റെസ്റ്റോറന്റ് ആണ്. പക്ഷെ ഞാനിവിടെ വലിയ പ്രൊമോഷൻ കൊടുക്കാവുന്ന ആവശ്യമൊന്നുമില്ല. നിങ്ങളെല്ലാവരും കണ്ട സ്ഥലങ്ങളാണ് ഈ വിൽട്ടൺ റെസ്റ്റോറന്റ് എന്ന് പറയുന്നത്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എവിടെ? ആ ഓ നിങ്ങൾ പട്ടായയില് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ ഫ്ലോട്ടിംഗ് മാർക്കറ്റില്. നമ്മളങ്ങനെ വയനാട് എത്തിയിട്ടുണ്ട്. പ്ലാൻ പാർക്കിലേക്ക് ഒരു ചുരം കയറിയിട്ട് ഇപ്പോൾ നേരെ വയനാട്ടിൽ നേരെ എത്തി. വെൽക്കം ടു വയനാട് പറഞ്ഞ ബോർഡൊക്കെ കണ്ടപ്പോൾ തന്നെ സമാധാനം വയനാട് എത്തിയല്ലോ എന്നുള്ളത്. അങ്ങനെ നമ്മൾ വിൽട്ടൺ റെസ്റ്റോറൻറ്റ് എന്നാൽ നമ്മുടെ ചിഹ്നമാണ്. കാരണം ഗാന്ധിഗ്രാമം കുറേ കടകളുണ്ടല്ലോ ഇവിടെ അല്ലേ വയനാട്ടിൽ. അതാ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അയ്യോ ഇല്ല, വയനാട് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. നമുക്ക് വയനാട് ചുറ്റാൻ വേണ്ടിയാണ്. ഇൻ ആൻഡ് ഔട്ടിന്റെ കഥ പറയണ്ട. അങ്ങനെ നമ്മൾ വയനാട് എത്തിയിട്ട് സമയം ഒരു 7 മണി ആയി അല്ലേ. നമ്മളപ്പോൾ ഒരു ഹോട്ടലിൽ കയറിയാണ്. ഞങ്ങൾ കുറേ ഹോട്ടൽ നോക്കി. സായി ഒരു ടോപ്പ് ഫോം പറഞ്ഞ റെസ്റ്റോറൻറ്റ് നോക്കി. അത് അവിടെ ഇല്ല, കാണില്ല, വർക്കാണ്. റംസാനും അല്ലേ. അപ്പോൾ പിന്നെ റംസാനുള്ളത് ഇത് റംസാൻ ഒന്നും എനിക്ക് എപ്പോഴും കൺഫ്യൂഷനോ ഇതാണ് റംസാൻ എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും 1 മാസം ലീവ് ആവുമല്ലോ, കടകളൊക്കെ അടയ്ക്കുണ്ടാവും എന്തായാലും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മളത് നോക്കി. പിന്നെ അത് കഴിഞ്ഞ് തൗഫീഖ് എന്ന റെസ്റ്റോറൻറ്റിലേക്ക്. പക്ഷേ ആ വഴിയല്ല ഞങ്ങൾ പോകുന്നത്, വേറെ വഴിയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ കണ്ടൊരു റെസ്റ്റോറൻറ്റ്, പോണ വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. ന്യൂ റെസ്റ്റോറൻറ്റ് അങ്ങനെ എന്തൊരു പേരുണ്ട്.
ന്യൂ ഫുഡ് പാർക്ക് റെസ്റ്റോറൻറ്റ് പോണ വഴിക്ക് കണ്ടു. അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത്. ഉച്ചയ്ക്ക് പിന്നെ നമ്മൾ റൈസ് അല്ലല്ലോ കഴിച്ചത്, അപ്പോൾ പിന്നെ റൈസ് കഴിക്കാനൊരു കൂട്ടി. നമ്മളിങ്ങനെ റൈസ് കഴിച്ചിട്ട് മെല്ലെ ഇങ്ങനെ നീങ്ങും. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തി. നമ്മൾ ആദ്യം കണ്ടത് റിസോർട്ടിൻ്റെ കൂർഗിലെ എംപേറയാണ് ഹോട്ടൽ. KL13 ഒക്കെ ഉണ്ടല്ലോ വണ്ടികൾ, മലയാളികളും കൂടുതൽ. അപ്പോൾ നമ്മൾ റിസോർട്ടിലെത്തി. ഇതാണ് റിസോർട്ട്. കൂർഗിലെ എംപേറ പറഞ്ഞ സ്ഥലമാണെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ റിസോർട്ടിലെത്തി. കൂർഗിലെ എംപേറ പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കൂർഗിലെ എംപയർ അല്ല, കൂർഗിലെ എംപയർ റിസോർട്ട്. ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ റൂം. നല്ല അടിപൊളി റൂമല്ലേ? ഇത് ഭയങ്കര റൂം. നല്ല റൂമില് എത്ര കാലം വലുപ്പമാണ്? നമുക്കിവിടെ ഇതുണ്ട്. സ്വാൻ ഗ്ലാസ് ബാൽക്കണി ഉണ്ട്. വലിയൊരു റൂമാണ്. പെരുഞ്ചാതി വലുപ്പം റൂമിന്. ഓ, വലിയ ഷെൽഫൊക്കെ കേട്ടോ. ബാക്കി രാവിലെ എടുക്കും ഉറങ്ങും. ഇവിടെ ഒരു വാതിലുണ്ടായിരുന്നല്ലോ, ഈ കയറുന്ന ഇവിടെ ഒരു വാതിൽ. ഇതാണല്ലോ റൂം. ഇത് റൂം, ഇവിടെ വാഷ്റൂം, ഇവിടെ അലമാറ, ഇവിടെ കണ്ണാടി ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു റൂമിലെ ഈ ഒരു വാതിൽ തുറന്നപ്പോൾ കാണാൻ പറ്റിയത് ഇതാണ്. ലൈറ്റ് കട്ടെ. ഇവിടെ നമുക്ക് പാമ്പും കോണി കളിക്കാൻ പറ്റിയതാണ് ഇവിടെ ഉള്ളത്. നല്ല ആംബിയൻസുള്ള സ്ഥലമുണ്ട്. ഞങ്ങളവിടെ കാറുണ്ട്. ഇപ്പുറത്ത് എന്താത്തൊരു പച്ചപ്പൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ടർഫല്ല, പച്ചപ്പുള്ള സ്ഥലമാണ്. നല്ല സ്വന്തമായിട്ട് ഇത്ര വലിയ ഓരോ റൂമിലുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ്. എന്തായാലും തണുക്കുണ്ട്, ചെറിയ തണുപ്പുള്ളൂ, ഭയങ്കര ഓവർ തണുപ്പില്ല. അധികം തണുപ്പില്ല. അപ്പോൾ നമ്മൾ ഇനി ഇപ്പുറത്ത് ഇവിടെ വേറൊരു വാതിലുണ്ട്. ആ വാതിലിൻ്റെ ഇവിടെ നോക്കിയപ്പോൾ നമ്മൾ ഈ കണ്ട പച്ചപ്പിൻ്റെ സ്ഥലം. ഇവിടെ തണുപ്പുണ്ട്. ഇവിടെ ഫുള്ള് കാടാണ്. അതാണ്. ഇപ്പുറത്തെന്താ വേറെ സ്ഥലം? ഇപ്പുറത്ത് വേണമെങ്കിൽ ഇവിടെ നിൽക്കുന്ന സ്ഥലം. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്നത് നമ്മളിവിടെ ഉള്ളത് എവിടെയാണെന്ന് വെച്ചാൽ കൂർഗിലെ ഒരു റിസോർട്ടിലാണ്. ലേറ്റസ്റ്റ് സ്റ്റേ പറഞ്ഞൊരു കൂർഗിലെ ലേറ്റസ്റ്റ് സ്റ്റേ പറഞ്ഞൊരു റിസോർട്ടിലാണ്. വിരാജ്പേട്ടാണ് സ്ഥലം. കൂർഗിൻ്റെ അടുത്തുള്ള വിരാജ്പേട്ട് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഞങ്ങളുടെ റൂമിൻ്റെ ബാൽക്കണിയാണിത്. ഒരു സൈഡിൽ ഇവിടെ പാമ്പും കോണിയും കളിക്കാനുള്ള സെറ്റ് സ്ഥലങ്ങളുണ്ട്. പിന്നെ ഇപ്പുറത്ത് ഒരു പച്ചപ്പ് നിറഞ്ഞൊരു ടർഫ് പോലെ, ടർഫല്ല മറ്റേ പച്ചപ്പ് വെച്ച സ്ഥലങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്ഥലം. പിന്നെ അപ്പുറത്ത് പൂളുണ്ട്. ഇതാണ് ഞങ്ങൾ വന്ന വഴി കാറ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സമയം ഏകദേശം ഒരു 8 മണിയായി കേട്ടോ. 8 മണിയായി. അത് കഴിഞ്ഞ് നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. നല്ല പ്രത്യേകിച്ച് ഓവർ തണുപ്പൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മാർച്ച് മാസമായല്ലോ, പിന്നെ ഇന്ന് നോമ്പ് തുടങ്ങുകയാണ്. മാർച്ചിൽ പിന്നെ അധികം ഓവർ തണുപ്പൊന്നുമില്ല, നോർമൽ തണുപ്പാണുള്ളത്. പക്ഷെ എന്നാലും നമുക്ക് പറ്റിയൊരു നല്ലൊരു ക്ലൈമറ്റാണ്. നമുക്ക് എന്താ പറയുക, മടുപ്പും തോന്നാത്തൊരു ക്ലൈമറ്റ്. നല്ല ചൂടുണ്ടോ വെച്ചാൽ ചൂടൊന്നുമില്ല, എന്നാൽ നല്ലൊരു ക്ലൈമറ്റ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇനി ഫുഡ് കഴിച്ചിട്ട് കറങ്ങാനൊക്കെ ഒന്ന് പോകണം. എന്താ വെച്ചാൽ നല്ല രസമുണ്ട്. എന്തായാലും നല്ലൊരു ബിൽഡിങ് പോലെയാണിത് സത്യം പറഞ്ഞാൽ. റിസോർട്ട് എന്ന് പറയുന്നത് സൈഡൊരു ഫ്രണ്ട് വഴി കിട്ടിയതാണ്. അപ്പോൾ എന്തായാലും നല്ല സ്റ്റേ ആണ്. എന്തായാലും നല്ല റൂമാണ്, നല്ല ആംബിയൻസ് ആണ്. ഇനി ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ നമുക്ക് ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി സംസാരിക്കാം അല്ലേ. ഇനി എനിക്ക് മേക്കപ്പ് ചെയ്യാണ്ട്, മേക്കപ്പ് കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി കുറച്ചും കൂടി ടച്ചപ്പ് ഉണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് ഫൈനലായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രി ഉണ്ടായിരുന്നത് ആ ഭാഗത്തേക്ക്. നമ്മുടെ റിസോർട്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. മേക്കപ്പൊക്കെ ഇട്ടു. ഇങ്ങനെ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കണ്ട്. ഇവിടെ നിന്ന് ആണ് നമ്മുടെ എൻട്രി വരുന്നത്.
നേരെ താഴോട്ടാണ്. ഇവിടേക്കല്ലേ? ഇവിടെ ആ ഇവിടെ നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്കുള്ള വഴിയാണ് പോകുന്നത്. ഇവിടെ നേരെ താഴേക്കാന്ന് പറഞ്ഞു. അവിടെ ശരി, അവിടെ വഴിയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ എൻട്രി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലെറ്റ്സ് സ്റ്റേ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് എന്നാണ് ഇതിൻ്റെ പേര്. കൂർഗിലെ എംപേര എന്നാണ് റിസോർട്ടിൻ്റെ പേര്. ഇതാണ് വലിയ റിസോർട്ട്. എത്ര റൂം ഉണ്ടെന്ന് അറിയില്ല. അത് ഫുള്ള് പച്ചപ്പ് കാട് നിറഞ്ഞ സ്ഥലമാണ്. റോഡ് സൈഡിൽ തന്നെയാണ്. പക്ഷെ ഇന്നലെ രാത്രി വന്നപ്പോൾ ഭയങ്കര ഇരുട്ടായിരുന്നു. ഇവിടെയാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. ഇവിടെ പൂളല്ല, ഒരു മഴവെള്ള സംഭരണി. കുളമാണ്. മീനോടെ മീനുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോട്ടെ. വെറുതെ വീഡിയോ എടുക്കാൻ എന്തൊക്കെ എടുക്കാൻ പാടില്ല. എന്താ വേറെ എടുക്കുക വീഡിയോ? നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോട്ടെ. ഇതാണ് റെസ്റ്റോറൻറ്റ്, കൂർഗിലെ എംപയർ റെസ്റ്റോറൻറ്റ്. ഇതാണ് വഴി. നമ്മൾ വന്ന വഴി ഇതായിരുന്നു. എന്നിട്ട് എൻട്രി പോയത് അപ്പുറത്ത് കൂടെ ആയിരുന്നു റെസ്റ്റോറൻറ്റ്. ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. എൻ്റെ ഇത് സൈഡ് ആസ് യൂഷ്വൽ ബ്രെഡ് റോസ്റ്റ്. നമ്മളിനി ഫുഡ് കഴിക്കട്ടെ. ഫുഡ് അടി കഴിഞ്ഞിട്ട് നമ്മൾ ഇനി റിസോർട്ടിലേക്ക് പോവാണ്. ഇനി ഫൈനൽ ടച്ചപ്പ് ഓഫ് മേക്കപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൂർഗ് കറങ്ങാൻ പോകും. അങ്ങനെ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വന്ന് ഒരുങ്ങി സെറ്റായി. ഇനി നമ്മൾ മറ്റേ എന്താ മോണ്ടിസോറി അല്ല, എന്താ ഇത് ബുദ്ധന്മാരെ. ഞാൻ എന്താ പറഞ്ഞറിയോ, നമ്മളെ ക്ലാസ്മേറ്റ്സ് സിനിമയിലെ ഹരിരാമരാജ കഥ പാടി വന്നൊരു ആ എന്തായാലും പേരെന്താ, മൊണാസ്ട്രി. അപ്പോൾ ഞങ്ങൾ മറ്റേ ഹരിരാമരാജ കഥ പാടി വന്നതിൽ ആ സീനൊക്കെ കാണിക്കണ്ടല്ലോ ആ പാട്ടില്. എനിക്ക് അത് കാണുന്നത് ഭയങ്കര ആഗ്രഹം. പിന്നെ ഞാൻ ഉദ്ദേശിച്ച 2 പാലസ് ഉണ്ട്. ആ 2 പാലസ് ഊട്ടിയിലാണ്. ഞാൻ ഉദ്ദേശിച്ച 2 പാലസ് എന്താ വെച്ചാല് എനിക്ക് കൂർഗിലെന്നാണ് ഞാൻ വിചാരിച്ചത്. ഉണ്ടല്ലേ കുബേരനിലെ ഒരു കൊട്ടാരല്ലേ, കുബേരനിലെ പാലസും മറ്റേ പിന്നെ സമ്മറിൻ പത്ല എനിക്കറിയാം ഊട്ടിയിലാണെന്നല്ലേ. കുബേരനിലെ പാലസ് എനിക്ക് കാണണം നല്ല ആഗ്രഹമുണ്ട്. അത് ഊട്ടിയിലാണ്. അൺഫോർച്ചുനേറ്റ്ലി അത് ഊട്ടിയിലായി പോയി. ഇനി നെക്സ്റ്റ് ടൈം ഊട്ടിയിൽ വരുമ്പോഴേക്കും അത് കാണണം. പിന്നെ ഇവിടെ മെയിനായിട്ട് അത് കാണണം. എന്തിന്റെ പേര്? മൊണാസ്ട്രി. അപ്പോൾ നമ്മളിനി മൊണാസ്ട്രി കാണാൻ പോവാണ്. നമ്മൾ ബുദ്ധൻ്റെ ടിബറ്റൻ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ പോയി കാണട്ടെ. അപ്പോൾ ഇനി നമുക്ക് ടാറ്റ ബൈ ബൈ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ വ്യൂ. ഇപ്പുറത്ത് പൂളുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ നല്ല പച്ചപ്പുള്ള സ്ഥലമുണ്ട്. ഫുള്ള് ഗ്രീനറി ഉണ്ട്. എന്തായാലും കൂർഗിൽ ഫുള്ള് ഗ്രീനറിയാണ്. നല്ല അടിപൊളിയാണ്. നമ്മളിനി ടാറ്റ ബൈ ബൈ പോട്ടെ. നമ്മൾ മൊണാസ്ട്രി കാണാൻ പോട്ടെ. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനായ അത് എപ്പോഴും മറക്കും, എന്താ മൊണാസ്ട്രി. നമുക്ക് ആ സിനിമയിലെ കണ്ടിട്ടൊക്കെ നല്ല രസമല്ല. ബുദ്ധന്മാരുടെ സ്ഥലം ടിബറ്റൻ ഏരിയ. ആ ടിബറ്റൻ ബുദ്ധിസ്റ്റ് മോങ്ക് മൊണാസ്ട്രി. അപ്പോൾ അവിടെ കാണാൻ പോവാണ് നമ്മൾ. അപ്പോൾ അതാണ് ഫസ്റ്റ്. അത് പോണ വഴിക്കുള്ളതൊന്നും നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അവിടെയാണ്. കൂർഗിൽ വന്നാൽ എല്ലാവരും കാണേണ്ട സ്ഥലമാണത്. കാരണം ഞങ്ങൾ ഫോട്ടോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അവിടെ പോയിട്ട് എന്താ അവസ്ഥ. പിന്നെ എന്തോ വട്ടത്തിൽ തിരിയുന്ന സാധനമൊക്കെ ഇല്ലേ, അതൊക്കെ എനിക്ക് കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇങ്ങനെ എന്താ തിരിയുന്ന സാധനമില്ലേ, അതൊക്കെ ഒന്ന് കാണണം. പക്ഷെ അതിന് ചരിത്രം അറിയണം കേട്ടോ എന്താന്നൊക്കെ. അതൊക്കെ അവിടെ പോയി ചോദിച്ചാൽ അന്വേഷിക്കണം. അപ്പോൾ അവിടുത്തെ ടിബറ്റൻ ഭാഷയിലല്ല നമുക്ക് അത് പിന്നെ ഞാൻ മലയാളം ഇംഗ്ലീഷൊക്കെ ഒപ്പിച്ച് ഹിന്ദിയൊക്കെ പറഞ്ഞ് ഒപ്പിച്ചോട്ട് സെറ്റ് കന്നഡ ഇല്ല. ഇന്ന് ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് ഫുഡിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു അറിയോ? പുട്ടുണ്ടായിരുന്നു, കടല ഉണ്ടായിരുന്നു, ദോശ ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു, ചട്നി ഉണ്ടായിരുന്നു, കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ ചോള ഭട്ടൂര നല്ല ടേസ്റ്റ് ആയിരുന്നു. ചോള ഭട്ടൂരൻ്റെ ആ ഭട്ടൂരല്ല ചോള കറി നല്ല ഇതുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പോട്ടെ. നല്ല ഫുള്ള് കാടാണ് കേട്ടോ. ഇവിടെ ഫുള്ള് കാടാണ്. ഒരു പ്രത്യേകിച്ച് വീടൊന്നും കാണാനില്ല. അത് ഒറ്റ വീട് മാത്രം കാണുന്നുണ്ട്. ആ വല്ല റിസോർട്ടൊക്കെയോ ആ വീടുണ്ട്. നമ്മുടെ കേരള വീട് പോലെ ഉണ്ടല്ലോ കാണാൻ. എത്ര വീടുണ്ട് കാട്ടിന് നടുവിലെ വീട്. എത്ര വീട് സ്നേഹമാണ്. തള്ളി മറിക്കുന്ന ഈ അന്റെ മുഖം ഒന്ന് മാറ്റി നാട്ടുകാർക്ക് ബാക്ക് സൈഡ് കാണിച്ചു. ബാക്ക് സൈഡ് കണ്ടോട്ടെ. ഇതാണ് കാണേണ്ടത്. നിങ്ങൾക്ക് ഇതാണോ കാണേണ്ടത്? ഈ കാട്
സത്യം പറയാം, ഞാൻ കാണിക്കുന്ന സ്ഥലം ഞാൻ പോണ വഴിക്ക് കാണിക്കും. കൂർഗിലെ മറ്റേ സ്ഥലം അത് ട്രാവൽ മിനിമം ട്രാവൽ വ്ളോഗല്ല, ഇത് എന്റെ വ്ളോഗാണ്. ലൈഫ് സ്റ്റൈൽ വ്ളോഗാന്ന് പറയുന്നത് എന്റെ മുഖം മാത്രം. എന്റെ പരിപാടി എന്താ അറിയോ? നോക്കൂ ഗൈസ്, ബാക്കിൽ ഫോറസ്റ്റ് ഉണ്ട് എന്നിട്ട് എന്റെ മുഖം. നല്ല രസമല്ലേ ഇവിടെ? ഇതൊക്കെ നമ്മുടെ നാട്ടിലെ വീട് പോലെ നമ്മളെ നാട്ടുകാരെ ആണ്. കുറുപ്പ്, SB കുറുപ്പ് എന്നാണ് പേര്. ഇവിടൊക്കെ ഇങ്ങനെ താമസിക്കല്ലേ? സിറ്റി ടൗൺ ഒന്നുമല്ലല്ലോ, ഒരു ഉൾപ്രദേശങ്ങളില് ഫുള്ള് മലയാളികളുടെ വീട് കണ്ടിട്ടോ. ഇത് വല്ല സൂപ്പർ സ്ഥലങ്ങളാ. അതായത് ഒരു ശല്യമില്ല. ജീവിക്കട്ടെ, ഒറ്റപ്പെട്ട് അങ്ങനെ ജീവിക്കാം. ഒറ്റപ്പെട്ട് ഇങ്ങനെ ജീവിക്കാം. ഒരു വർഷത്തിലൊരു 30 ദിവസം അതൊക്കെ ചെയ്യാം, അങ്ങനെയൊക്കെ വിസിറ്റ് ചെയ്യാം. മറ്റേ ബിഗ് ബോസ് പോണ മാതിരി എല്ലാം വിട്ടിട്ട് ഒരു ദിവസം റേഞ്ച് പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയി ഫോണില്ലാതെ നിക്കോ 3 മാസം? ഞാൻ തെളിയിച്ചൊരു തരാണത്. അത് വിടേ, ഫോണൊന്നും നമുക്കൊരു വിഷയമേ അല്ല. മനസ്സിലാണെങ്കിൽ മാറ്റി വെക്കാണെങ്കിൽ മാറ്റി വെക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി പോണ വഴിക്ക് മേക്കപ്പ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. പറ്റും. ഉറപ്പാ? ഞാൻ മേക്കപ്പ് ഇട്ടിട്ടില്ല. ഞാൻ ഒന്നും വേവിച്ചിട്ടില്ല. എന്റെ നാച്ചുറൽ 7:30 മുതൽ 10:15 വരെ അവിടെ ഉള്ള ഒരു കണ്ണാടിന്റെ മുന്നിൽ നിന്ന് മാറാത്തോളം അവള്. ഇന്നലെ നന്ദനാസി എന്റെ വീഡിയോ കോൾ വിളിച്ചപ്പോ എന്റെ മേക്കപ്പ് കണ്ടിട്ട് എന്റെ ചേച്ചിന്റെ മുഖം നല്ല തിളങ്ങി. ഞാൻ പറഞ്ഞു മേക്കപ്പ് ഒന്നുമില്ല, എന്റെ സ്വന്തമായ സൗന്ദര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ഫുള്ള് മേക്കപ്പ് ആയിരുന്നു, ഫുള്ള് തിളങ്ങിയിരുന്നു പറഞ്ഞു. എന്താ ചെയ്യും, എന്റെ മുഖം ഫുള്ള് ഗ്ലോ ആയി. അയ്യോ, ഞാനിപ്പോ ഇങ്ങനെ ഫുള്ള് വെറുപ്പിച്ചൊന്നും ചെയ്യണില്ല. ഇന്ന് നമ്മള് സ്ഥലങ്ങള് കണ്ടു. അയ്യോ, മറ്റേ സിനിമ നടി ആ പോസ്റ്ററിൽ. അയ്യോ, ഇവിടെ ഫുള്ള് നല്ല രസമുണ്ട്. ഞാൻ കുറച്ച് വ്യൂസ് കാണിച്ചേ. അപ്പൊ പിന്നെ എന്നോട് പറഞ്ഞത് കാട് ഫുള്ള് കാണിച്ചിട്ടുണ്ട്. ഫുള്ള് നല്ല ശാന്തസുന്ദരമായ സ്ഥലം, പ്രകൃതി രമണീയത നിറഞ്ഞ സ്ഥലം. അപ്പൊ നമ്മള് അവിടെ ഒരു ബോർഡ് കണ്ടു. ഇത് ചിക്പേട്ട്, വിരാജ്പേട്ട്. ചിക്പേട്ട് നമ്മുടെ ബാംഗ്ലൂർ ഉണ്ട് കേട്ടോ. ഇവിടെ ലെഫ്റ്റ് ആണേ. അപ്പൊ നമ്മള് സിറ്റിയിലെത്തി. സിറ്റി അല്ല, കുഞ്ഞു സ്ഥലം, പക്ഷെ നല്ല രസമുണ്ട്. എനിക്ക് നമ്മുടെ നാട്ടിലുള്ള സ്ഥലം പോലെ തോന്നുക. കുറച്ചു കാലം മുമ്പ് വരെ കുറച്ചു മുന്നേ വരെ തരുന്നു. അതെ, നല്ല രസമുണ്ട്. അയ്യോ, ഈ മരം നോക്കൂ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ പറയാ, ആ ചെടിയൊക്കെ അയ്യോ ആയി നല്ല രസമുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ സമാധാന അന്തരീക്ഷം, പീസ്ഫുൾ ഏരിയ. അതായത് ഭയങ്കര എന്താ പറയാ, വണ്ടീന്റെ തിരക്കില്ല. അതാണ് രസം. നോമ്പായിട്ടാവോ? നല്ല പീസ്ഫുൾ ഏരിയ ആണ് സംഗതി. നമ്മളെ നാട് പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അതായത് പിന്നെ അധികം ടൂറിസ്റ്റും ഇല്ല, അതാണ് ഏറ്റവും രസം. അപ്പോ വിരാജ്പേട്ടിലെ തെലുഗു സ്ട്രീറ്റ് ആണിത്. വിരാജ്പേട്ടിലുള്ള ജെയിൻ സ്ട്രീറ്റ് ഒന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ മാപ്പിലും തെലുഗു സ്ട്രീറ്റ്. ആ റോഡ്, അയ്യോ അത് അമ്പലം, അത് മുകളിൽ റോഡ് പോണ നമ്മള്. അയ്യോ, നമ്മളെ നാട്ടില് പഴയ കുട്ടികളെ കൊണ്ടുപോണ ഓംനിവൻ, ഹോണ്ട സിറ്റി ടൈപ്പ് 2 ടൈപ്പ് 1 ഒക്കെ സാധനങ്ങളൊക്കെ എപ്പോഴും ഇവിടെ കളിക്കും. അതാ മുകളില് റോഡ്, അവിടെ മുകളില് കളിക്കുന്നുണ്ടോ? അതാ അതെ, അങ്ങനത്തെ വണ്ടി കളിക്കുന്നത്. ചെറിയ വണ്ടികളാട്ടോ, നല്ല സൂപ്പർ. മെയിൻറ്റെയിൻ ചെയ്യുന്ന കിണ്ണം കളിച്ച മെയിൻ്റെനൻസും ഉണ്ട് എല്ലാ വണ്ടിക്കും. കാണാൻ തിളങ്ങ വണ്ടികള്. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നീ എത്ര തിളക്കി കൊണ്ടുവന്നാലും വീഡിയോ ചെയ്യാട്ട്. അയ്യോ, എന്തത് പാടം പറിച്ചോണ്ടേ ഒന്നാകെ പാടം ആണ്. 800 ബാക്ക് വീലും പ്രൊജക്ടർ ലൈറ്റും സാധനങ്ങൾ. ഇതൊന്നും ഇവിടെ അത് മതി തോന്നുന്നു. രസമുണ്ട്. നമ്മൾ ഈ വഴിയാ കണ്ടത് താഴ്ത്തുന്നത്, പക്ഷെ നല്ല രസമുണ്ട്. നല്ലൊരു സൗന്ദര്യമുള്ള സ്ഥലം, നല്ല ബ്യൂട്ടിഫുൾ ഉള്ള ഒരു പ്ലേസ്. ഈ കൂർഗിനെ സ്കോട്ട്ലൻഡ് ഓഫ് ഇന്ത്യ എന്നല്ലേ പറയാ, അങ്ങനെ അതോ സ്വിറ്റ്സർലൻഡ് ഓഫ് ഇന്ത്യ എന്നോ അങ്ങനെ എന്തോന്ന് പറയുന്നുണ്ട്. എനിക്ക് ഇവിടെയൊക്കെ നടക്കാൻ തോന്നാ, വണ്ടിയിൽ പോകാതെ നടന്നിങ്ങനെ പോകാൻ തോന്നാ. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. 1 മണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ട്. നേരെ സഹിക്കാൻ തോന്നിട്ട് പാടില്ല.
പോണത്ര 2 സ്റ്റെപ്പ് തേച്ച് കയറി കിതക്കണോളാം. സ്റ്റെപ്പ് കയറിയിട്ട് കിതക്കിയ. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ റൂം. 2 സ്റ്റെപ്പ് കയറിയപ്പോഴത്തേക്ക് ഞാൻ കിതച്ചു. ജിമ്മിന് പോയേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ കുടുങ്ങും. അയ്യോ എനിക്ക് വയ്യട്ടോ സത്യം. ഈ വ്ളോഗിൽ പറയാൻ പാടില്ല, എന്റെ വ്ളോഗിൽ പറയാൻ പാടില്ല. അടുത്ത 800. അയ്യാ മഗ്ഗുല അത് അങ്ങോട്ട് തന്നെയാണ് പോണേ. എന്റെ മാപ്പ് വീഡിയോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ഡെന്റൽ സയൻസ് ഏറ്റവും മുകളിട്ടോ. ഇപ്പുറത്തെ ലെഫ്റ്റിലൊരു വഴി ഉണ്ടായിരുന്നു. ഓക്സ്ഫോർഡ് ഡെന്റൽ കോളേജിൽ ഞാൻ കുറച്ച് കാലം ഉണ്ടായിരുന്നു. എവിടേക്കോ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് കറക്റ്റ് അറിയില്ല എവിടെ പഠിച്ചെന്നോ. കുറച്ച് കാലം ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിട്ട്. നമ്മളിതാ നല്ല വഴിയിട്ട് അവിടെ നല്ല രസമുണ്ട്. നല്ലൊരു അന്തരീക്ഷമാണ്. വെയിലുണ്ട് വെച്ചാൽ വെയിലുണ്ട്, തണുപ്പുണ്ട് വെച്ചാൽ തണുപ്പുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥ. പനിയാണത്? ഇത് ഓയിലാണ്. ഈന്തപ്പനയല്ലത്, മറ്റേ ഓയിൽ ഉണ്ടാക്കണ സാധനല്ലേ. അവിടെ ഡേറ്റ്സ് ഒക്കെ കാണാണ്ടല്ലോ മുകളില്. അല്ല എണ്ണക്കുരുവോ? അയ്യോ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ. ആ സത്യം. നമ്മളിപ്പോ എവിടെത്തി? കുശാൽ നഗർ ഉണ്ടോ? ഇത് ബൈലക്കുപ്പെ. ഇത് കൃഷ്ണനല്ല, ഇത് ദേവിയാണ്. ദേവി ബൈലക്കുപ്പ. ആ ബൈലക്കുപ്പയിലാണ് കുറെ സ്ഥലങ്ങളുള്ളത്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ബൈലക്കുപ്പ എത്തി. ബൈലക്കുപ്പയിലാണ് നമ്മുടെ മൊണാസ്ട്രി, ഗോൾഡൻ ടെമ്പിൾ. മോണ്ടിസോറി. അങ്ങനെ ഞങ്ങൾ ആ നഗ്ന സത്യം പറഞ്ഞു. നമ്മളിപ്പോ മൈസൂരു ജില്ലയിലെത്തി. അതാണ് അവിടെ ചെക്ക് പോസ്റ്റിന്റെ ആ സാധനം കണ്ടത്. ഇവിടെ മൈസൂരു ഡിസ്ട്രിക്റ്റിന് എഴുതിയിട്ടുണ്ട്. എവിടെ എന്താ? ആ പെരിയപട്ടണ മൈസൂരു ഡിസ്ട്രിക്ട്. അങ്ങനെ ഞങ്ങൾ കൊടക് ഡിസ്ട്രിക്റ്റിൽ നിന്ന് മാറി മൈസൂരു ഡിസ്ട്രിക്റ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ മൈസൂരു ഡിസ്ട്രിക്റ്റിലാണ് നമ്മുടെ മറ്റേ സംഭവം, മൊണാസ്ട്രി എന്താ. അപ്പൊ നമ്മള് ഗോൾഡൻ ടെമ്പിളിലേക്ക് പോവാൻ കയറിയിട്ടുണ്ട്. വഴി കയറിയിട്ട് ഇനി 3 മിനിറ്റേ ഉള്ളൂ അവിടെ എത്താൻ. നല്ല പ്രകൃതിയും രമണിയൊക്കെ നിറഞ്ഞ സ്ഥലങ്ങളാണ്. ഇത് നോക്കൂ. അത് റെസിഡൻഷ്യൽ പ്ലോട്ട്. 14.3 ഏക്കർ ഇവിടെ. അതാണ് അറിയാത്തത്. ഈ ടിബറ്റിലുള്ള ആൾക്കാരോ ചിലപ്പോൾ ചെന്ന് താമസിക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മള് ഏകദേശം എത്താനായി. ഇനി 20 മിനിറ്റ് അല്ല 2 മിനിറ്റേ കാണിക്കുന്നുള്ളൂ. ഇവിടെ മറ്റേ ഇത് ബുദ്ധൻ ടിബറ്റിലുള്ള ആളാ. ഇവിടെ എത്തിയാ അതാ നമ്മുടെ മിനിക്കിമയോ നിഗ്മ ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എന്റെ അപ്പുറത്തല്ലേ എന്തൊക്കെ കൊറേ പതാകന്റെ കളറൊക്കെ ഉണ്ട് ഇവിടെ. ഇതാ ഇവിടെ ആൾക്കാര്. ഞങ്ങൾ ഡെസ്റ്റിനേഷൻ എത്തി. നമ്മളെ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോവാണ്. അതവിടെ കാറ് പാർക്ക് ചെയ്തു. അപ്പോൾ ഭയങ്കര വെയിലിപ്പോൾ ഏകദേശം ഒരു 12 മണി 10 മണിക്കാണ് സ്റ്റാർട്ടിങ്. എന്തായാലും നമുക്ക് ഇനി ഒന്ന് പോയി നോക്കാം. ഗോൾഡൻ ടെമ്പിൾ. അപ്പോൾ അതാ നമ്മുടെ സായി കൃഷ്ണൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. സീക്രട്ട് ഏജന്റ് അക്ക സായി കൃഷ്ണൻ. കമോൺ ബഡി. അക്ക എലിയസ്. ഓക്കെ കമോൺ ബേബി. കമോൺ ബേബി ഓയാ. സായിൻ്റെ വായിന്ന് എന്തൊക്കെയോ അപവാദം കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വ്ളോഗ് കട്ട് ചെയ്യുക ചെയ്ത് ഇനി ഞാൻ പോയിട്ട് പോട്ടെ കേട്ടോ. ഇതൊന്നും ഒരു സാധനം ഞാൻ തരില്ല കേട്ടോ. ഇത് എൻ്റെ വ്ളോഗിനുള്ളതാണ് സാധനമാണ്. എല്ലാവരും ഇന്ത്യ വ്ളോഗ് മാത്രം കാണും. ഇന്ത്യയിലാണ് എല്ലാ സാധനങ്ങളും ഉള്ളത്. ഇതാ നമ്മുടെ മൊണാസ്ട്രി. കാർ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് പോകുന്നതാണ്. ഇതവിടെ കുട്ടികൾ അക്കുസുട്ടുമാർ. നമ്മുടെ നംഡ്രോളി മൊണാസ്ട്രി ദ ഗോൾഡൻ ടെമ്പിളാണ്. അപ്പോൾ നംഡ്രോളിംഗ് മൊണാസ്ട്രി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പത്മനാഭ റിംപോച്ചെ, നമ്മുടെ യോദ്ധ സിനിമയിലെ റിംപോച്ചെ. അപ്പോൾ അകത്ത് കയറിയാൽ ഇതാണ് കാണുന്നത്. ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് അപ്പുറത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്താ കാര്യമായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്.
ഇതാ നമ്മൾ കയറിയ സ്ഥലം. ഇനി ഞാൻ എൻ്റെ മുഖം കാണിച്ചു എന്ന് പറഞ്ഞില്ല, ആർക്കും പരാതി വേണ്ട. ഞാൻ ഇതൊക്കെ ഫുള്ള് കാണിക്കുന്നുണ്ട്, സ്ഥലങ്ങൾ ഫുള്ള് കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ ടിബറ്റൻ ആൾക്കാർ. കുറേ ടിബറ്റൻ ഭാഷകൾ പറയുന്നുണ്ട്. ഇവിടെ കഫേ ഉണ്ട്, കഫേ ആൻഡ് ഫുഡ്. എന്താ ഇവിടെ ആൾക്കാർ കുറേ ഉണ്ട്. തുപ്പ കിട്ടും അവിടെ. തുപ്പയോ? ബീഫ് തുപ്പ, ചിക്കൻ തുപ്പ. ഇത് പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ ആണ്, വെജ് ഉള്ള അത് ചൈനീസ് അല്ലേ? ശരി, ഓക്കെ, ബൈ. നല്ല രസമുണ്ട് അവരെ കാണാൻ. റിംപോച്ചെ, എന്ത് റിംപോച്ചെ? സായികൃഷ്ണനൊരു ഫോട്ടോഗ്രാഫർ ആയിരിക്കുകയാണ്, ഇവർക്ക് വേണ്ടി ഫോട്ടോ എടുക്കുകയാണ്. സായികൃഷ്ണനൊരു ഫോട്ടോഗ്രാഫർ ആയിരിക്കുകയാണ്, ഇവർക്ക് വേണ്ടി ഫോട്ടോ എടുക്കുകയാണ്. ഭയങ്കര വീടാണ്, എനിക്കൊന്നും കാണില്ല ഞാൻ എന്താ എടുക്കണമെന്നുള്ളതിൽ. അങ്ങനെയില്ല, എല്ലാവരും റിംപോച്ചെന്ന് പറയുന്നു. ഇതാണ് ഇവരാണ് ഇത് സ്ഥാപിച്ചത്. 1970 80 ഹിസ്റ്റോറിയസ് ആണോ? ആ, പെന്നർ റിംപോച്ചെ. ഓ, ഇത് നല്ല രസമുണ്ടല്ലേ, ലൈറ്റ് എത്തിച്ചിട്ട്. ആ, അതേപോലെ. പക്ഷെ അത് വിളക്ക് വേറെ പ്രത്യേക വിളക്കാ അല്ലേ? വേറെ ടൈപ്പ് വിളക്ക്. നമ്മൾ ഇവിടെ കയറുകയാണ്. ഇതാണ് നമ്മൾ ചെരുപ്പ് അവിടെ കൊടുക്കണം. ചെരുപ്പ് കൊടുത്തിട്ടേ കയറാൻ പാടുള്ളൂ. എന്താ ചെരുപ്പ് കാണില്ലേ? കാലൊന്നും കാണല്ലേ? ചെരുപ്പ് എന്താ, ചെരുപ്പ് ഇരിട്ട് വേണം കയറാൻ. ഇതാണ് നമ്മുടെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റുമോ അറിയില്ല. കണ്ട ബുദ്ധ അമിതായുസ് ആണ് ഈ അറ്റത്ത് കാണുന്ന ഇദ്ദേഹം. അവരെ കുറിച്ച് കൊടുത്തിരിക്കുന്നത് എന്താന്ന് വെച്ചാല്, ഇത് എന്താ പറയുന്നത് വെച്ചാല്, ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് എക്സ്റ്റൻഷൻ ഉണ്ടാവും, സ്പാൻ ഉണ്ടെന്നാണ്. അങ്ങനെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആ ഡ്രസ്സൊക്കെ അവിടുത്തെ ആൾക്കാരെ നല്ലൊരു രസമല്ലേ. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ബുദ്ധ ഓഫ് ലോങ് ലൈഫാണ്. ഈ ബുദ്ധ അമിതയസ് പറഞ്ഞ ആളെ നമ്മൾ അന്ന് കാലത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് അതങ്ങനെ കൊടുത്തിരിക്കുന്നുണ്ടോ, ലൈഫ് സ്പാൻ വിൽ ബി എക്സ്റ്റെൻഡ്. ഇപ്പൊ കണ്ടില്ല, ഇതാ തോന്നുന്നു അമിത്യസ് അല്ലേ? അമിത്യസ്. ഇതാണ് ബുദ്ധ ശക്യമുനി. നമ്മുടെ ഇതാണ് തോന്നുന്നുണ്ട് നമ്മുടെ നടുവിലുള്ള ബുദ്ധ, മെയിൻ ബുദ്ധ. അപ്പോൾ ഇതാണ് ഫൗണ്ടർ ഓഫ് ബുദ്ധിസം. അപ്പോൾ ഇതിൽ എന്താ പറയുന്നത് വെച്ചാൽ, നമ്മുടെ ബുദ്ധിസം കണ്ടുപിടിച്ച ബുദ്ധൻ കിങ് ശുദ്ധോധന ആൻഡ് ക്യൂൻ മായാദേവിയിൽ ജനിച്ചതാണ്, നേപ്പാളിൽ 2547 വർഷം മുന്നേ. അപ്പോൾ 29ാമത്തെ വയസ്സിൽ. പണ്ട് ഈ ബുദ്ധൻ്റെ പേര് സിദ്ധാർത്ഥ എന്നായിരുന്നു. അപ്പോൾ നമുക്കറിയാം ബുദ്ധിസം മറ്റേ ആ മരത്തിൻ്റെ താഴെ, ബോധി ട്രീൻ്റെ താഴെ എന്തോ ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ ബുദ്ധനായിരുന്നു, അങ്ങനെ എന്തൊക്കെയാണ് നമുക്ക് പഴയ കഥകൾ എന്തൊക്കെയുണ്ട്. അപ്പോൾ ആ ബുദ്ധനാണ് ഇത് 60 അടി എന്നാണ് കാണിക്കുന്നത്. ഈ ബുദ്ധൻ്റെ സ്റ്റാച്ചു 60 അടിയും ഇവർ രണ്ടുപേരുള്ളത് 58 അടി എന്നാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ലെഫ്റ്റ് സൈഡിലുള്ളതാണ് ഗുരു പത്മസംഭവ. അപ്പോൾ ഇതാണ് ലെഫ്റ്റ് സൈഡിലുള്ളതാണ് ഗുരു പത്മസംഭവ. ഇവരെന്നെയാണ് ഗുരു റിംപോച്ചെ എന്ന് പറയുന്നത്. അത് ലോർഡ് ബുദ്ധ ജനിച്ചതിന് ശേഷം പ്രൊഫസർ ഇപ്പോൾ ലോർഡ് ബുദ്ധന് ശേഷം ഈ ബുദ്ധ മരിച്ചതിന് ശേഷം 12 വർഷത്തിന് ശേഷമാണ് ഈ ഗുരു റിംപോച്ചെ ജനിച്ചതെന്നാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ അതാണിത് ഫസ്റ്റ്. ഇവിടെ അതിൽ കൊടുത്തിരിക്കുന്നത് വാൾ പെയിൻറ്റിങ്സ് ആണ്. അവരുടെ ഡിസിപ്പിൾസ് കാണിക്കാനുള്ളത് കുറേ പെയിൻറ്റിങ്സ് ആണ് ഇവിടെ ഫുള്ള്. ഈ 3 സ്റ്റാറ്റ്യൂസിൻ്റെ അടിയിലുണ്ടെന്നാണ് പറഞ്ഞത്. ഇനി ഇങ്ങോട്ട് പോകാൻ പറ്റില്ല, ഇവിടെ നോ എൻട്രി ആണ്. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറാൻ നമുക്ക് അനുവാദമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങി, ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി വന്ന വഴി തന്നെയാണ് നോക്കുന്നത്. ഇവിടെ
ഇവിടെ നമ്മൾ നേരത്തെ കണ്ടത്. ഇവിടെ കാണുന്നത് ഫുള്ള് ബുദ്ധിസ്റ്റ് ആൾക്കാർക്ക് വേണ്ടി താമസിക്കുന്ന സ്ഥലമായ കുറേ റൂമുണ്ട് ഇവിടെ. നമ്മളിപ്പം ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി വന്നാണ്, ദാഹജലം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. നമ്മൾ ഏകദേശം 1 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തു. നല്ല വൈബാണ്, നല്ല പീസ്ഫുൾ വൈബാണ്. നമ്മുടെ 3 സ്റ്റാച്ചു ഉണ്ട്. ബുദ്ധൻ, മെയിൻ ബുദ്ധൻ, പിന്നെ പത്മസ്വാമി, പിന്നെ എന്താ വേറൊരു പേരുണ്ടായിരുന്നു, ഞാൻ നിങ്ങളുടെ ഈ മുന്നത്തിൽ വീഡിയോയിലുണ്ടല്ലോ. അപ്പോൾ നമ്മൾ നേരെ തിരിച്ചു പോവാണ്. ഇപ്പോൾ ഏകദേശം 1 മണിയായി. നമ്മളിങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ ആ സ്ഥലത്തിനോട് പഠിച്ചിട്ട് വേണം. നമുക്കൊരു ഉണ്ടി അറിയില്ല. ഞാൻ അറിഞ്ഞല്ലോ, ഞാൻ അവിടെ പോയി വായിച്ചല്ലോ ബുദ്ധന്റെ കഥകളൊക്കെ. ബുദ്ധൻ ആരാന്ന് വിചാരിച്ചോ, സിദ്ധാർത്ഥ. ഇത് കൂടെ നമ്മൾ വന്ന് വെള്ളം കുടിക്കാനാ എന്താ മോണ്ടിസോരിയോ വെള്ളം കുടിക്കാം. ഞാൻ എവിടെ ഞാൻ വിചാരിച്ചൊരു തിരിയുന്നൊരു സാധനം ഉണ്ട്. അത് നമ്മൾ ഈ നേപ്പാളിൽ പോയാലും മാത്രമേ കാണാൻ പറ്റുള്ളൂ. നേപ്പാളിൽ അതുണ്ട്, അതുള്ള സാധനം അതിനകത്താണ്, കയറാൻ പറ്റില്ല. അതെന്തോ എന്തൊരു വീല് എന്നാ പറഞ്ഞത് അവിടെ. ഞാൻ എഴുതിയിൽ കണ്ടതിൽ വീലെന്നാ കണ്ടത്. 3 വീല് ഇങ്ങനെ കറക്കണം എന്നോ അങ്ങനെ എന്തോ ഞാൻ അതിൽ വായിച്ചത് കണ്ടു. നമ്മളെങ്ങോട്ടെ ഇങ്ങോട്ട് നമ്മൾ വണ്ടിയിലേക്ക് പോട്ടെ. അപ്പോൾ നല്ല വെയിലാണ്, നല്ല 1 മണി ഈ സമയം. അപ്പോൾ നമ്മളിവിടെ ഗ്രാൻഡ് അർമാൻ റെസ്റ്റോറൻറ്റിൽ വന്നാണ്, തിരിച്ചു പോകുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ വന്ന അർമാൻ റെസ്റ്റോറൻറ്റ് ഫോർച്ചുനേറ്റ്ലി മലയാളികളുടെ ഹോട്ടലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഫുഡ് മീൽസാണ് പറഞ്ഞിരിക്കുന്നത്, സ്പെഷ്യൽ മീൽസും സായി മോമോസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിനി അത് കഴിക്കട്ടെ. അർമാൻ റെസ്റ്റോറൻറ്റ്, ഗ്രാൻഡ് അർമാൻ റെസ്റ്റോറൻറ്റാണ്. നമ്മൾ മോൺസ്റ്ററിന്ന് എന്തിൻ്റെ പേര് എന്താ പേര്, മൊണാസ്ട്രി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്കാണ് ഇതുള്ളത്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മീൽസ് എത്തിയിട്ടുണ്ട്. മോമോസ് വന്നിട്ടുണ്ടായിരുന്നു, അത് കഴിച്ച് കഴിഞ്ഞു. അച്ചാറ്, ചാമ്പിക്കോ മലയാളി റെസ്റ്റോറൻ്റ് ആയതുകൊണ്ട് ഞാൻ കേരള റൈസ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഡെസ്റ്റിനേഷനിൽ വന്നിരിക്കുകയാണ്.